ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ NCERT മലയാളം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് NCERT ക്ലാസ് 8 സിവിക്സിലെ ചാപ്റ്റർ 1, ദാറ്റ് ഈസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ദിസ് ഈസ് എ പാർട്ട് 3. അപ്പോൾ കുറച്ച് ലാഗായിപ്പോയി, കാരണം എന്ന് വെച്ചാൽ കുറച്ച് തിരക്കായിരുന്നു. അതുകൊണ്ടാണ് പാർട്ട് 1 പാർട്ട് 2 കുറച്ച് ലാഗായിട്ട് പാർട്ട് 3 ഇടുന്നത്. അപ്പോൾ ഇനി നാളെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ ഈ ഒരു ചാപ്റ്റർ. നമ്മൾ എല്ലാ വീഡിയോസും നമ്മൾ കമൻറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഉടനടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും ലാഗ് വന്നതിന് സോറി കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീ ഫീച്ചേഴ്സാണ്. സോ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കീ ഫീച്ചേഴ്സ്. By the beginning of the 20th century, the Indian national movement had been active in the struggle for independence from British rule for several decades. During the freedom struggle, the nationalists had devoted a great deal of time to imagining ആൻഡ് പ്ലാനിങ് വാട്ട് എ ഫ്രീ ഇന്ത്യ വുഡ് ബി ലൈക്ക് അല്ലേ. അതായത് ഒരുപാട് കഷ്ടപ്പാടായിട്ട് 20th സെഞ്ച്വറിയുടെ തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻ്റ് ഒക്കെ തുടങ്ങിയിട്ട് അപ്പോൾ ബ്രിട്ടീഷ് റൂളിൽ നിന്ന് ഒരുപാട് സെവറൽ ഡീക്കേഡ്സ് ഫോട്ട് ചെയ്തിട്ടാണ് അവർക്ക് നമുക്ക് ഫ്രീഡം കിട്ടിയത്. അങ്ങനെ ഈ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഇടയ്ക്ക് നാഷണലിസ്റ്റുകളില്ലേ, അതായത് വലിയ വലിയ നല്ല നല്ല നാഷണലിസ്റ്റുകൾ, നമ്മുടെ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു പോലത്തെ നമ്മൾ ഫേമസ് അല്ലാത്ത ഒരുപാട് പേരുമുണ്ട്. ഇങ്ങനത്തെ ആൾക്കാരിലൂടെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരുപാട് ആലോചിച്ച് പ്ലാനിങ് ഒക്കെ ചെയ്തു. എങ്ങനെയായിരിക്കണം ഒരു ഫ്രീ ഇന്ത്യ അല്ലേ, ഒരു ബ്രിട്ടീഷ് റൂളൊന്നും ഇല്ലാത്ത ഒരു സ്വതന്ത്ര ഇന്ത്യക്ക് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് അവർക്ക് ആലോചിച്ച് പ്ലാനൊക്കെ ചെയ്തു. Under the British, they had been forced to obey rules that they had very little role in making. The long experience of authoritarian rule under the colonial state convinced Indians that free India should be democracy in which everyone should be treated equally and be allowed to പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഗവൺമെൻറ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ബ്രിട്ടീഷിൻ്റെ റൂളിൽ അണ്ടർ ആയിരുന്നപ്പോൾ ഇവർക്ക് എന്ത് ചെയ്തു, കുറച്ച് റോളേ ഉണ്ടായിരുന്നുള്ളൂ ഡിസിഷൻ മേക്കിങ്ങിലും കാര്യത്തിലൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒതേറിയൻ റൂൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് റൂൾ അല്ലേ, അതായത് അവർ മെയിനായിട്ട് റൂൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഒതേറിയൻ റൂൾ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഈ ഒതേറിയൻ റൂളിൻ്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് മനസ്സിലായി എന്തെങ്കിലും ഈ കൊളോണിയൽ ഗവൺമെൻറ്, ദാറ്റ് ഈസ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരിക്കലും എന്തെങ്കിലില്ല നമ്മളെ ഇന്ത്യനെ നമ്മൾ ഫ്രീ ആക്കി വിടില്ല. അപ്പോൾ ഫ്രീ ഇന്ത്യ എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാൽ അവിടെ ഡെമോക്രസി കൊണ്ടുവരണം അല്ലേ, അതായത് എല്ലാ പീപ്പിൾസിനും ഒരേ റൈറ്റ് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഗവൺമെൻറ് ഫോം ചെയ്യുന്നതിൽ സാധാരണക്കാരായ ജനങ്ങൾക്കുള്ള അവകാശം ഉണ്ടാവുകയുള്ളൂ. What remained to be done then was to work out the ways in which a democratic government would be set up in India and the rules that would determine its functioning. അതായത് എന്താ സംഭവിച്ചു വെച്ചാൽ അവസാനം എന്ത് ചെയ്തു, ഡെമോക്രാറ്റിക് ഗവൺമെൻറ് സെറ്റപ്പായിട്ട് ഇന്ത്യയിൽ ഒക്കെ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യേണ്ടതെന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്തു. ദിസ് വാസ് ഡൺ നോട്ട് ബൈ വൺ പേഴ്സൺ ബട്ട് എ ഗ്രൂപ്പ് ഓഫ് അറൌണ്ട് 300 പീപ്പിൾ ഹു ബിക്കെയിം മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇൻ 1946 ആൻഡ് ഹു മെറ്റ് പീരിയോഡിക്കലി ഫോർ ദ നെക്സ്റ്റ് 3 years ടു റൈറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത് ഒറ്റൊരാളെ കൊണ്ട് സാധിച്ചതല്ല, ഒരുപാട് 300 പേര്, അതായത് ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, അതായത് 1947 ആ കാലഘട്ടത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു 3 വർഷം എടുത്തു ഏകദേശം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ these members of the Constituent Assembly had a huge task before them. The country was made up of several different communities who spoke different languages, belonged to different religion and had distinct cultures. Also, when the Constitution was being written, India was going through a considerable turmoil. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇന്ത്യൻ അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ മെമ്പേഴ്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് എന്ത് ചെയ്തു, ആലോചിക്കാൻ തുടങ്ങി. പക്ഷേ അതൊരു ഭയങ്കര ടാസ്ക്കായിരുന്നു. കാരണം ഇന്ത്യയിൽ തന്നെ പലവിധം കമ്മ്യൂണിറ്റീസ് ഉണ്ട്, പലവിധം ഭാഷ സംസാരിക്കുന്നവർ, പല റിലീജിയനിലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറൊക്കെ ഉള്ള ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി കൂട്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുകയും വേണം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്ന സമയത്ത് ഇന്ത്യ നല്ല ഒരു നാശത്തിൽ അല്ലെങ്കിൽ നല്ല ഒരു അവസ്ഥയിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. The partition of the country into India and Pakistan was imminent. Some of the princely states remained undecided about their future, and the socio-economic condition of the vast mass of people appeared dismal. അതായത്
പാർട്ടീഷനൊക്കെ നടന്ന സമയമായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പാർട്ടീഷനൊക്കെ നടന്ന സമയത്ത് ഒരുപാട് പ്രിൻസ്ലി സ്റ്റേറ്റുകളൊക്കെ എന്ത് ചെയ്തു, അവരുടെ കാര്യമൊന്നും ഡിസൈഡ് ചെയ്യാത്ത രീതിയിൽ നിന്നു. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ഫ്യൂച്ചറും അവിടുത്തെ ആൾക്കാരുടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷനൊക്കെ, അതായത് സാമ്പത്തിക വ്യവസ്ഥയൊക്കെ ഒരുപാട് പേരുടേത് എന്തായി, നാശമായിട്ട്, ഡിസ്മേൽ എന്ന് വെച്ചാൽ നാശമായി പോയി. ഓൾ ഓഫ് ദീസ് ഇഷ്യൂസ് പ്ലേഡ് ഓൺ ദ മൈൻഡ്സ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആസ് ദേ ഡ്രാഫ്റ്റഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ ഇഷ്യൂസൊക്കെ എന്തായത്, നമ്മളെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സൊക്കെ അവർ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ദേ റോസ് ടു ദ ഒക്കേഷൻ ആൻഡ് ഗീവ് ദിസ് എ കൺട്രി എ വിഷണറി ഡോക്യുമെൻറ്റ് ദാറ്റ് റിഫ്ലെക്ട്സ് എ റെസ്പെക്ട് ഫോർ മെയിൻറ്റെയിനിങ് ഡൈവേഴ്സിറ്റി വൈൽ പ്രിസർവിങ് നാഷണൽ യൂണിറ്റി. അപ്പോൾ ഇവരെന്തെന്ന് വെച്ചാൽ ഒരു ഒക്കേഷനിൽ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരുടെ ഒരു വിഷണറി ഡോക്യുമെൻറ്റ്, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് തയ്യാറാക്കിയിട്ട് അതിനകത്ത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ റെസ്പെക്റ്റ് ഫോർ മെയിൻറ്റെയിനിങ് ഡൈവേഴ്സിറ്റി. ഇന്ത്യയിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് അല്ലേ, പലവരും പല ഭാഷ, പല കൾച്ചർ, പല റിച്വൽസ്, പല റിലീജിയനിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവിടെ എല്ലാവിധ ഡൈവേഴ്സിറ്റിയും, അതായത് വൈവിധ്യം കീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നാഷണൽ യൂണിറ്റി അല്ലേ, അതായത് ദേശീയ ഏകത്വം എന്ത് ചെയ്യണം, പ്രിസർവ് ചെയ്യണം, അതായത് കാത്തു സൂക്ഷിക്കണം. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ ആൾക്കാർ വിചാരിച്ചിരുന്നത്, അതായത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ്. ദ പോവർട്ടി ത്രൂ സോഷ്യോ എക്കണോമിക് റിഫോംസ് ആസ് വെൽ ആസ് ദി എംഫസൈസിങ് ദി ക്രൂഷ്യൽ റോൾ ദി പീപ്പിൾ ക്യാൻ പ്ലേ ഇൻ ദ ചൂസിങ് ദിയർ റെപ്രസെൻറ്റേറ്റീവ്സ്. അതായത് ഈ പറയുന്ന പോവർട്ടി, ദാരിദ്ര്യം, അതായത് സോഷ്യോ എക്കണോമിക് റിഫോംസിലൂടെ അല്ലെങ്കിൽ ഓരോ സോഷ്യോ എക്കണോമിക് നവോത്ഥാനത്തിലൂടെ പോവർട്ടി എല്ലാം ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് the final document also reflects their concern for eradicating poverty through the socio-economic reforms as well as emphasizing the crucial role the people can play in choosing their representatives. അപ്പോൾ ഈ ഫൈനൽ ഡോക്യുമെൻ്റ്, ഇപ്പോൾ ഒരു വിഷണറി ഡോക്യുമെൻ്റ് ആണ് അന്ന് പറഞ്ഞത്, അതിനകത്ത് ഡൈവേഴ്സിറ്റി പ്രിസർവ് ചെയ്തിട്ട് നാഷണൽ യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫൈനൽ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എന്താ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ പോവർട്ടി എറാഡിക്കേറ്റ് ചെയ്യണം, അതായത് പോവർട്ടി, ദാരിദ്ര്യം ഇല്ലാതാക്കിയിട്ട് എങ്ങനെ ഒരുപാട് സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള റിഫോംസ് കൊള്ളണം, അതായത് സാമ്പത്തിക വ്യവസ്ഥയിലുള്ള ഓരോരോ നവോത്ഥാനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, പോവർട്ടി ഇല്ലാതാക്കിയിട്ട് പീപ്പിളിന് എന്ത് ചെയ്യണം, അവർക്ക് അവരുടേതായിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അല്ലെങ്കിൽ റോള് എംഫസൈസ് ചെയ്യണം, അല്ലെങ്കിൽ റോൾ ഇങ്ങനെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. Listed below the key features of the Indian Constitution. While reading these, keep in mind the above mentioned concerns of diversity, unity, socio-economic reforms and the representation that the authors of this document were grappling with. Try and understand the ways in which they tried to balance these concerns with their commitment to transforming independent India to strong democratic society. അപ്പോൾ ഈ താഴെ പഠിക്കാൻ പോകുന്നതാണ് നമ്മൾ കീ ഫീച്ചേഴ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 കീ ഫീച്ചേഴ്സാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് എഴുതിയിരുന്ന സമയത്ത് വൈവിധ്യം, ദാറ്റ് ഈസ് ഡൈവേഴ്സിറ്റി, ഏകത്വം, യൂണിറ്റി, ആൻഡ് പിന്നെ സാമ്പത്തിക വ്യവസ്ഥയിലുള്ള നവോത്ഥാനം, ദാറ്റ് ഈസ് ദ സോഷ്യോ എക്കണോമിക് റിഫോംസ്. അതുപോലെ തന്നെ എല്ലാം എന്ത് ചെയ്തു, ഇവർ എല്ലാം കൂടെ നോക്കിയിട്ടാണ് ഇവർ ഈ പറയുന്ന കീ ഫീച്ചേഴ്സ് എല്ലാം എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് വായിച്ചിട്ട് മനസ്സിലാക്കണം അവർ എത്രത്തോളമാണ് അവരുടെ ഈ കൺസേൺസൊക്കെ നോക്കിയിട്ട് അവരുടെ ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിലേക്ക് ഉള്ള മാറ്റത്തിലേക്കുള്ള അവരുടെ കമ്മിറ്റ്മെൻറ്റ്, അതായത് അവരുടെ റോള് എന്താണെന്നൊക്കെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് എന്താണ്, ഫെഡറലിസമാണ്. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ദി ഫെഡറലിസം. ഫെഡറലിസം എന്നാൽ എന്താണ്, ദിസ് റിഫേഴ്സ് ടു ദ എക്സിസ്റ്റൻസ് ഓഫ് മോർ ദാൻ വൺ ലെവൽ ഓഫ് ഗവൺമെൻറ് ഇൻ ദ കൺട്രി. ഇൻ ഇന്ത്യ വി ഹാവ് ഗവൺമെൻറ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ആൻഡ് ഇൻ ദ സെൻറ്റർ. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഗവൺമെൻറ് എക്സിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെഡറലിസം. അപ്പോൾ അത്ഭുതപ്പെടില്ല, നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് പഞ്ചായത്ത് രാജാണ് മൂന്നാമത്തെ ഒരു തേർഡ് ടയർ ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 6th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ്. ഇനി വാസ്റ്റ് നമ്പർ ഓഫ് കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ മെൻ ദാറ്റ് എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് നീഡഡ് ടു ബി ഡിവൈസ്ഡ് that did not involve only persons sitting in the capital city of New Delhi and making the decisions for everyone instead. അല്ലേ, അതായത് ന്യൂഡൽഹിയിൽ ഇരുന്നിട്ട് മാത്രം കുറേ ഡിസിഷൻസ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, എല്ലാവർക്കും എന്തായിരിക്കണം ആ ഡിസിഷൻസ് ഇങ്ങനെ അപ്രോച്ചബിൾ ആയിരിക്കണം.
Instead, it was important to have another level of government in the state so that the decision could be made for a particular area. ഇത് ഫെഡറലിസം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. സെൻട്രലിലെ ഒരാളുണ്ട്, ഡൽഹിയിലിരിക്കുന്ന ഒരാൾ മാത്രം കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്താൽ എല്ലാവർക്കും അതിലെ ഡിസിഷൻസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ടത്, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് വേണ്ടത്. While each state in India enjoys autonomy in exercising power on certain issues, subjects of the national concern require that all of these states follow the laws of the central government. അതായത് അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾക്കും അവരുടേതായിട്ടുള്ള ഓട്ടോണമി ഉണ്ടല്ലേ, അതായത് സ്വയം ഭരണത്തിൻ്റെ അവകാശം. ഓട്ടോണമി എന്ന് വെച്ചാൽ സ്വയം ഭരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ സർട്ടൺ ഇഷ്യൂസിൽ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ പവറും കാര്യങ്ങളൊക്കെ അവർക്ക് മുന്നേക്കം ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസേൺഡ് ആയിട്ടുള്ള, അതായത് സെൻട്രൽ ഗവൺമെൻറ് ഭയങ്കര കൺസേൺഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, ആ ലോസിന് ആ സ്റ്റേറ്റിൽ എംഫസൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. In the constitution contain list that detail the issues that each tier of also specifies where each tier of government can get the money from for a work that it does. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ ഇഷ്യൂസിലൊക്കെയാണ് ഓരോ ഗവൺമെൻറ്റ്സിനും കാര്യങ്ങളൊക്കെ ലോസ് എടുക്കാൻ അല്ലെങ്കിൽ നിയമങ്ങൾ ഉള്ളതും. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാ ടയറിലുള്ള ഗവൺമെൻറ്റിനും എന്ത് ചെയ്യാൻ പറ്റും, എവിടെ നിന്നൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള പൈസ എന്നൊക്കെ കൊടുക്കാനുള്ള അവകാശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇൻ അഡീഷൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ സ്പെസിഫൈസ് വെർ ഈച്ച് ടയർ ഓഫ് ഗവൺമെൻറ് ക്യാൻ ഗെറ്റ് ദി മണി ഫ്രം ഫോർ ദ വർക്ക് ദാറ്റ് ഇറ്റ് ഡസ്. അവർ ചെയ്യുന്നതിൻ്റെ പൈസയൊക്കെ എവിടെ നിന്നാണ് എന്നൊക്കെ ഉള്ളതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ആർക്കാണുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷനാണുള്ളത്. അണ്ടർ ഫെഡറലിസം ദ സ്റ്റേറ്റ്സ് ആർ നോട്ട് മിയർലി ഏജൻറ്റ്സ് ഓഫ് ദി ഫെഡറൽ ഗവൺമെൻറ് ബട്ട് ഡ്രോ ദെയർ അതോറിറ്റി ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് വെൽ. ഫെഡറലിസത്തിൽ നമ്മുടെ സ്റ്റേറ്റ് മാത്രമല്ല ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പാർട്ട്, പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ അതോറിറ്റി കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള അവകാശമുണ്ട്. All persons in India are governed by laws and policies made by each of these levels of government. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഈ അവകാശങ്ങളും അതായത് ലോസും പോളിസീസൊക്കെ ഓരോ ഗവൺമെൻറ്റിൽ എടുക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ അവകാശം ആർക്കുണ്ട്, എല്ലാ ആളുകൾക്കും. ഓൾ പേഴ്സൺസ് ഇൻ ഇന്ത്യ ആർ ഗവേൺഡ് ബൈ ലോസ് ആൻഡ് പോളിസീസ് മെയ്ഡ് ബൈ ഈച്ച് ഓഫ് ദിസ് ഗവൺമെൻറ്. എല്ലാ ഈ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ഓരോ ലോസും പോളിസീസൊക്കെയാണ് ഓരോ ആൾക്കാരും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അനുഭവിക്കുന്നത് അല്ലേ. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. ഫസ്റ്റ് പറഞ്ഞു ഫെഡറലിസം, ദാറ്റ് ഈസ് ദി സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. നെക്സ്റ്റ് ഈസ് ദി parliamentary form of government. The different tiers of the government that you just read about the consist of representatives who are elected by the people. അതായത് ആൾക്കാർ ഈ എലക്ട് ചെയ്യുന്ന പീപ്പിൾസാണ് ഈ ടയേഴ്സ് ഓഫ് ഗവൺമെൻറ്, അതായത് പഞ്ചായത്ത് രാജ്, സെൻട്രൽ ഗവൺമെൻറ്റിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലൊക്കെ ഉള്ളത്. അപ്പോൾ ക്ലാസ് 7th നമ്മൾ കാന്തയുടെ കാര്യം പറഞ്ഞു. ഹൂ വാസ് സ്റ്റാൻഡിങ് ഇൻ എ ലൈൻ ടു വോട്ട് ഡ്യൂറിങ് ആൻ ഇലക്ഷൻ. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗ്യാരണ്ടീസ് യൂണിവേഴ്സൽ അഡൾട്ട് സഫറേജ് ഫോർ ഓൾ സിറ്റിസൺസ് അല്ലേ. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ സഫറേജ് അനുവദിക്കുന്നുണ്ട്. എന്താണ് അഡൾട്ട് സഫറേജ്? റൈറ്റ് ടു വോട്ടിനെയാണ് നമ്മൾ അഡൾട്ട് സഫറേജ് എന്ന് പറയുന്നത്. വെൻ ദേ വർ മേക്കിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ മെമ്പേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫെൽറ്റ് ദാറ്റ് ദി ഫ്രീഡം സ്ട്രഗിൾ ഹാഡ് പ്രിപ്പയർഡ് ദി മാസസ് ഓഫ് യൂണിവേഴ്സൽ അഡൾട്ട് സഫറേജ് ആൻഡ് ദിസ് വുഡ് ഹെൽപ്പ് എൻകറേജ് എ ഡെമോക്രാറ്റിക് മൈൻഡ് സെറ്റ് ആൻഡ് ബ്രേക്ക് ദി ക്ലച്ചസ് ഓഫ് ട്രഡീഷണൽ കാസ്റ്റ്, ക്ലാസ് ആൻഡ് ജെൻഡർ ഹൈറാർക്കീസ്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ സമയത്ത് അല്ലെങ്കിൽ ഉണ്ടാക്കിയ സമയത്തുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ മെമ്പേഴ്സിന് മനസ്സിലാക്കിയ എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രീഡം സ്ട്രഗിളിലൂടെ എന്ത് ചെയ്തു, അഡൾട്ട് സഫറേജ് അതായത് റൈറ്റ് ടു വോട്ട് കൊണ്ടുവരാനും അതുപോലെ തന്നെ അങ്ങനെ ആകുമ്പോൾ എന്താവും, ഒരു നമ്മൾ എല്ലാവർക്കും ഒരു ഡെമോക്രസി മൈൻഡ് സെറ്റ് വരികയും ഇതുപോലെ തന്നെ ഓരോ കാസ്റ്റ്, കൾച്ചർ, ട്രഡീഷൻ, ജെൻഡർ അതിൻ്റെതിലൊക്കെ ഹൈറാർക്കി അല്ലെങ്കിൽ അതിൻ്റേതൊക്കെ വൈവിധ്യം അല്ലെങ്കിൽ അതിൻ്റേതിലൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു നമ്മുടെ സഫറേജ് വന്നാൽ ഇതൊക്കെ മാറിക്കിട്ടും. റൈറ്റ് ടു വോട്ട്, എല്ലാവർക്കും വോട്ടവകാശം വന്നാൽ ഈ കാസ്റ്റിൻ്റെ പേരിലും ക്ലാസിൻ്റെ പേരിലും ജെൻഡറിൻ്റെ പേരിലുള്ള ഈ അപമാനമൊക്കെ പോയി കിട്ടുമെന്ന് ആര് വിചാരിച്ചു, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കിയ സമയത്തുള്ള മെമ്പേഴ്സ്. This means the people of India have a direct role in electing their representatives. Also, every citizen of the country, irrespective of his or her or social background, can also contest in election. അതായത് എല്ലാവർക്കും അവനവൻ്റെ
ഓരോ ഇന്ത്യക്കാരനും അവനവൻ്റെ റെപ്രസെൻറ്റേറ്റീവിനെ ഇലക്ട് ചെയ്യാനുള്ള അവകാശവും അതുപോലെ തന്നെ ഓരോ ആൾക്കും ഇന്ത്യയിലുള്ള ഓരോ ആൾക്കും അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ കാസ്റ്റോ ക്ലാസ്സോ ജെൻഡറോ ഒന്നും ഇല്ലാതെ ഒന്നും നോക്കാതെ റെസ്പെക്റ്റീവ് ഓഫ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇലക്ഷനിൽ കോൺടെസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ദീസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആർ അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ. യു വിൽ റീഡ് മോർ അബൌട്ട് വൈ റെപ്രസെൻറ്റേഷൻ ഇസ് ക്രൂഷ്യൽ ടു ഡെമോക്രാറ്റിക് ഫങ്ഷനിങ് ഇൻ യൂണിറ്റ് 2 ഓഫ് ദിസ് ബുക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ റെപ്രസെൻറ്റേഷൻ്റെ ക്രൂഷ്യൽ റോളും എന്തിനാണ് ഇതിൻ്റെ ആവശ്യം ഡെമോക്രാറ്റിക് ഫങ്ഷനിങ്ങിൻ്റെ ആവശ്യകതയൊക്കെ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. അതാണ് ഫോം ഓഫ് ഗവൺമെൻറ്റിലുള്ളത്. ഇപ്പോൾ ഫെഡറലിസം പഠിച്ചു, ഫോം ഓഫ് ഗവൺമെൻറ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെപ്പറേഷൻ ഓഫ് പവേഴ്സാണ്. അപ്പോൾ സെപ്പറേഷൻ ഓഫ് പവേഴ്സിൽ വരുന്നത് അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദർ ആർ 3 ഓർഗൻസ് ഓഫ് ഗവൺമെൻറ് ഉണ്ട്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. വൺസ് അഗെയിൻ ലെജിസ്ലേറ്റർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ഇതാണ് ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്. 3 ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്. That is legislature, executive and judiciary. The legislature refers to our elected representatives അല്ലേ. അതായത് നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെയാണ് നമ്മൾ എന്ത് ചെയ്തത് ലെജിസ്ലേറ്റീവ് അസംബ്ലി നമ്മൾ ഇലക്ട് ചെയ്ത റെപ്രസെൻറ്റേറ്റീവ്സ്. ഇനി എക്സിക്യൂട്ടീവ് ഇസ് എ സ്മോളർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ലോസ് ആൻഡ് റണ്ണിങ് ദി ഗവൺമെൻറ്. അതായത് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഈ ഓരോ നിയമങ്ങളൊക്കെ നടത്താനും അത് ഇങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനും അതെങ്ങനെ നടത്തിക്കൊണ്ട് പോകാനൊക്കെ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ് കുറേ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്. അപ്പോൾ അവർ കുറച്ചൊരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സാണ്. ഈ ജുഡീഷ്യറി എന്ന് പറയുന്നത് of which you will read more about in 3 of this book refers to the system of courts in the country അല്ലേ. ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ ഒരുപാട് കോടതികളുടെ ഒരു സിസ്റ്റമാണ് ജുഡീഷ്യറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻ ഗവൺമെൻറ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ദാറ്റ് ഈച്ച് ഓഫ് ദീസ് ഓർഗൻസ് ഷുഡ് എക്സസൈസ് ഡിഫറെൻറ്റ് പവേഴ്സ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പവറാണ്. ലെജിസ്ലേച്ചറിന് നമ്മൾ എന്താണ് ഇലക്ഷനിൽ ഇലക്ട് ചെയ്യപ്പെട്ട മെമ്പേഴ്സാണ് ലെജിസ്ലേച്ചറിലുള്ളത്. പിന്നെ പറയുന്നത് ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറി എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് കോർട്സ് ആണ്. ഈ അടുത്തതെന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സ്മോളർ ഗ്രൂപ്പ് ഇൻ വിച്ച് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ലോസ് ആൻഡ് റണ്ണിങ് ദി ഗവൺമെൻറ്. അപ്പോൾ ഇതാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് 2 പോയിൻറ്റ്സും കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത് കുറച്ച് ലെങ്തായി പോയിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉഷാറാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരി വൺ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ഓൾ ദി ബെസ്റ്റ്.